ഹലോ, അസ്സലാമു അലൈക്കും. എടാ, +1 അറബി പരീക്ഷയിൽ 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യനുമാണ്. അത് ഈസിയായി കിട്ടും ചെയ്യും. അത് പറഞ്ഞുതരാൻ പോവുകയാണെ. നിങ്ങൾക്കൊരു പാരഗ്രാഫ് തരും. അതിൽ നിങ്ങളോട് പറയും, നിങ്ങൾ പേരുകൾ, ഫഅല് വെർബുകൾ, ഹർഫ് അക്ഷരങ്ങൾ ഇതിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ വേർതിരിക്കുക എന്നുള്ള സാറ് പറയാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഹർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ അല, ഇല എന്നൊക്കെ വരുന്ന വാക്കുകൾ അതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക കേട്ടോ. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ഫി, അപ്പോൾ ഇവിടെ നമ്മൾ ഫി എടുത്ത് എഴുതാം അല്ലേ, ഫി എടുത്ത് എഴുതാം. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ വെട്ടി കൊടുക്കുക കേട്ടോ. ഫി എഴുതി, ഈ ഫി എഴുതി ഓൾറെഡി. മിൻ, അടുത്ത് നമ്മൾ മിൻ എടുത്ത് എഴുതി. അപ്പോൾ എഴുതുന്നത് ഇങ്ങനെ ഇതിന് പെൻസിലോട് ഇങ്ങനെ വെട്ടി കൊടുത്താണ് അല്ലേ. ഇങ്ങനെ വന്നു ഫി ഇവിടെ ഒരു ഫി പിന്നെയും വന്നു ഫി. അപ്പോൾ ഫിയും മിന്നാണ് ഇപ്പോൾ തൽക്കാലം ഹർഫായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഏറ്റവും സുഖം കാര്യങ്ങൾ, അടുത്ത് ഇതിന് ഏറ്റവും സുഖം. അതൊന്നും ചെയ്യേണ്ടത്, ഇസ്മുകൾ വേഗം കിട്ടും. എന്താണ്, ഒന്നിൽ പേരുകളുണ്ടോ നോക്കുക, നെയിം ഉണ്ടോ നോക്കുക. അടുത്തപ്പോൾ ബാബു ഒരു പേരാണ്. വേറെ പേരുണ്ടതിൽ, വേറെ പേര് കാണുന്നില്ല. ഓക്കെ, നമ്മൾ പറ്റി. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ല് വരുന്ന വാക്കുണ്ടോ നോക്കുക, അല്ല് കൊണ്ട് തുടങ്ങുന്ന വാക്കുണ്ടോ നോക്കുക. അത് ധൈര്യത്തിൽ എഴുതിക്കൂടെ. ഇങ്ങനെ വരുമ്പോൾ അല്ല് വരുന്ന വാക്ക് ഇതിൽ അതെന്താ അല്ല് വരുന്ന വാക്ക് അൽ ഫുറസ് എഴുതെടുത്ത് വെട്ട യെസ്. അപ്പോൾ അത് എഴുതി. രണ്ടാമത്തെ അവസ്ഥ ശ്രദ്ധിക്കേണ്ടത്, ഈ തായിൽ അവസാനിക്കുന്ന വാക്കുണ്ടോ നോക്കുക. അത് ധൈര്യത്തിൽ എഴുതുക. ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ മദ്രസത്ത് വെട്ടി, സാനവിയത്ത് ആലിയത്ത് വെട്ടി, ശരിക്കത്ത്. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് നമ്മൾ നോക്കുകയാണ്. ഇല്ല. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഏതെങ്കിലും പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഫത്തഹും കസറും ലൊമ്മ ഉണ്ടാവും. ഹരക്കത്ത് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. 2 ഫത്തഹോ 2 കസറോ 2 ലൊമ്മ വരുന്ന വാക്കുകളുണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ അത് എന്തുമാത്രം, അത് ഇസ്മെന്നായിരിക്കുള്ളൂ. ഇങ്ങനെ നോക്കണ്ട. ദാരിസു നമ്മൾ വെട്ടി കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ, ഏതെങ്കിലും വാക്കിൻ്റെ കൂടെ അവസാനിക്കുമ്പോൾ ഹു, അതല്ലെങ്കിൽ ഹ, അതല്ലെങ്കിൽ ക, അതല്ലെങ്കിൽ കും, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ നോക്കുക. ഈ ലൊമീർ കൂട്ടി ഒരുമിച്ച് വരുന്നുണ്ടോ നോക്കുക. നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ വാലിദു ഹു, അപ്പോൾ ആ ഹു ഒഴിവാക്കിയിട്ട് വാലിദ് എഴുതാം. ഓക്കെ, ബൈത്തി ഹി, അപ്പോൾ ഈ ഹി ഒഴിവാക്കിയിട്ട് ബൈത്ത് എഴുതാം. അപ്പോൾ ഇത് വാലിദ് നമ്മൾ ഓൾറെഡി എഴുതി. ക വന്നില്ലേ, ക വന്നപ്പോൾ ഇത് ക ഒഴിവാക്കിയിട്ട് ഈ ഹയാത്ത് എഴുതാം. ദിറാസത്ത്, ഇത് ക ഒഴിവാക്കിയിട്ട് ദിറാസത്ത് എഴുതാം. ഉണ്ടോ. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വാക്കേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ട കാര്യങ്ങൾ, അടുത്ത് നമ്മൾ ഫുഴൽ നോക്കാം. അപ്പോൾ ഇത് എഴുതുമ്പോൾ തന്നെ അത് കുറേ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനി ഫുഴൽ നോക്കാം. ഫുഴൽ നോക്കുമ്പോൾ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കണം, ഒന്ന് ഫുഴൽ എപ്പോഴും ഒന്നെങ്കിൽ ഫഅല രൂപത്തിലുണ്ട്, കത്തബ ജലസക്ക രൂപത്തിൽ. ഇത് ഫുള്ള് മുളാരിയാണ്. ഇതിലുണ്ട് അല്ലേ. ഫഅല രൂപത്തിലൊരു വാക്കാണ് കാല. ഞാൻ മനസ്സിലാണ് കിടന്നോളൂ കേട്ടോ, ഞാൻ വെട്ടിയിട്ടില്ല. പിന്നെ നോക്കണം, എഫ്അൽ രൂപത്തിലുള്ള മുളാരി ഉണ്ടോ നോക്കുക. ആദ്യം നോക്കുന്ന സാധനം എന്താണ്, എഫ്അൽ മുളാരി ഉണ്ടോ നോക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ, യദ്റുസു എടുത്ത് എഴുതി വെട്ടി, യഅ്മലു എടുത്ത് എഴുതി വെട്ടി ഉണ്ടോ, ഇല്ല. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത്, അവസാനത്തിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ, സുക്കൂൻ എന്തായാലും ഉണ്ടാവും കേട്ടോ, തർക്കത്തിൽ സുക്കൂൻ ഉണ്ടാകും. സുക്കൂൻ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചുള്ളത് ഫുഴലാവും. ഇസ്മി ഒരിക്കലും സുക്കൂൻ വരില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇജ്തഹിദ് ഫുഴലാണ്, ഈ തനിയും ഫുഴലാണ്, ലാ തക്സൽ ഫുഴലാണ്. ഉണ്ടോ, അതെടുത്ത് എഴുതി. അപ്പോൾ ഇനി ലാ ഫസ്റ്റ് വരുന്നത് എന്ത് തന്നെയായിരിക്കും, ഫുഴലായിരിക്കും. ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഏറെക്കുറെ എല്ലാതും കഴിഞ്ഞു. ഇനി ഇതിലൊന്നിൽ പെടാത്ത ആൾ ഇപ്പോൾ ഒന്നൊരു ഫി നമ്മൾ ഉള്ള ഫി എഴുതിയിരിക്കണം ജമീഅ. ഇങ്ങനെ നമുക്ക് ഒരു പിടുത്തം കിട്ടാത്ത 1 2 ഉണ്ടാവുള്ളൂ. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നേ വേണ്ട. നമ്മളിതിൽ ഫുള്ള് എഴുതുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇത് എഴുതുമ്പോൾ തന്നെ അത് കുറേ വന്നിട്ടുണ്ട്. ടീച്ചർ തപ്പി നോക്കിയിട്ട് ഈ കുട്ടി എല്ലാം എഴുതിക്കണമെന്നൊന്നും തപ്പി നോക്കാൻ നിൽക്കില്ല. ഫുള്ള് ഇസ്മൊക്കെ എഴുതിക്കണോ, ഇസ്മിൽ ഇസ്മല്ലാത്തുണ്ടോയെന്ന് നോക്കുള്ളൂ. ഇസ്മിൽ ഫുള്ളിൽ കയറി വന്നിക്കണമെങ്കിൽ തെറ്റിടും, ഫുള്ളിൽ ഇസ്മ ഇങ്ങോട്ട് കയറി വന്നെങ്കിലും തെറ്റിടും. അതല്ലാതെ ഇത് എണ്ണി നോക്കി ഇതിലും അതൊന്നും അങ്ങനെ നോക്കാൻ മാഷെ കൊണ്ട് പറ്റില്ല. കേട്ടോ. അപ്പോൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി, ഇസ്മകളൊന്നും ഇങ്ങോട്ടും കയറി വരരുത്, ഫുള്ളിലൊന്നും അങ്ങോട്ടും കയറി വരരുത്. ഇതിക്ക് പിന്നെ എന്തായാലും കയറി വരില്ല. അപ്പോൾ അതിന് ഈ ട്രിക്ക് ഉപയോഗിച്ച് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 മാർക്ക് ഉറപ്പിക്കുക +1 അറബി പരീക്ഷയിൽ. ഓക്കെ, ഈ ട്രിക്ക് യൂസ് ചെയ്യുക, മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.